കോൺഗ്രസ് ഈ ചർച്ചയിലേക്ക് അവരുടെ പ്രതിനിധിയെ അയച്ചില്ല. തൂഫാൻ്റെ 75ാമത്തെ ദിവസമായിട്ട് പോലും തൂഫാൻ ചർച്ച ചെയ്യുമ്പോൾ ഒരു പ്രതിനിധിയെ, രാഷ്ട്രീയ പ്രതിനിധിയെ അയക്കാൻ അവർ തയ്യാറായില്ല. കോൺഗ്രസ് സഹയാത്രികനായ ബി റജി ഇപ്പോൾ പറഞ്ഞത് ഈ പദ്ധതിയെ ടോട്ടാലിറ്റിയിലെടുത്ത് ചർച്ച ചെയ്യണം, ഒറ്റ കേസ് ചർച്ച ചെയ്യുന്നത് ശരിയല്ല എന്ന് മാത്രമാണ് അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, ഞാനത് വിലമതിക്കുന്നു. താങ്കളുടെ അഭിപ്രായം എന്താണ്? 9 ദിവസം കഴിഞ്ഞിട്ടും ഈ കേസിൽ പോലീസ് കസ്റ്റഡിയിൽ കിട്ടാൻ വേണ്ടിയുള്ള അപേക്ഷ പോലീസ്, കേരള പോലീസ്, തൂഫാൻ നടപ്പാക്കുന്ന പോലീസ് കൊടുത്തില്ല. എന്തു പറയും? ചരിത്രമായി തീർന്ന ഒരു സ്മാർത്ത വിചാരം നമ്മുടെ കേരള ചരിത്രത്തിൽ കിടപ്പുണ്ട്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ്, എത്രത്തോളം മിത്ത് അതിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൗതുകമുണ്ട്. സ്മാർത്ത വിചാരം എന്നാണത് പറയുന്നത്. കുറിയെടുത്ത് താത്രി. അങ്ങനെ ഓരോരുത്തരും അവരെ ഇന്നത്തെ സദാചാര നിഷ്ഠ വെച്ച് നോക്കിയാൽ ഒരു തരത്തിൽ പറയാം, പിഴപ്പിച്ചു അല്ലെ പിഴച്ചവളെ പിഴപ്പിച്ചു എന്ന് പറയുന്ന അക്കാലഘട്ടത്തിലെ സദാചാര നിഷ്ഠ വെച്ച് ഓരോ ദിവസവും എന്നപോലെ ഓരോ പേരും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അവസാനം മഹാരാജാവിൻ്റെ അടയാളമോതിരം കാണിച്ചപ്പോഴാണ് സ്മാർത്ത വിചാരം പൂർത്തിയായത്. പിന്നെ വിചാരണ ഉണ്ടായില്ല, പടിയടച്ച് പിണ്ണം വെച്ചുമില്ല. ഈ കഥ എന്താ പറയാൻ കാരണം? 75ാം ദിവസം എന്ന് പറയുമ്പോൾ ഏതാണ്ട് അതേപോലെ ഒത്തു നിൽക്കുന്നു കാര്യങ്ങൾ. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ മാധ്യമങ്ങളുടെ ആവേശം എവിടെ പോയി? കേരളത്തിലെ മാധ്യമങ്ങളുടെ മുൻപേതിൽ നിന്ന് തുഫാൻ എവിടേക്ക് ഒഴിച്ചുപോയി? നമുക്ക് കോൺഗ്രസിൻ്റെ സഹയാത്രികൻ പറഞ്ഞ ടോട്ടാലിറ്റിയിൽ തന്നെ കാണാൻ തയ്യാറാണ്. ആ ടോട്ടാലിറ്റിയിൽ തൂഫാൻ തുടർച്ചയുണ്ടാകുമോ? ആ തൂഫാൻ സംബന്ധിച്ച് പിടിച്ച കേസുകളിലെ ഏറ്റവും വലിയ കേസ് ഏതാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ്. ഇവിടെ ഞാൻ പറയാം, ഇന്നിപ്പോൾ വന്ന പുറത്തു വന്ന കണക്കനുസരിച്ച് ഈ തൂഫാൻ പിടിയിലായ മുഖ്യമന്ത്രിയുടെ നവമാധ്യമ പ്രവർത്തകരുടെ സംഘം, ആ സംഘം എത്ര ലക്ഷം രൂപയാണ് ലഹരിക്ക് അയച്ചു കൊടുത്തത്? ബാംഗ്ലൂരിൽ, കർണാടകത്തിലെ ഒരു വനിതയ്ക്ക് ഈ കുറഞ്ഞ ദിവസങ്ങൾക്കകം എത്ര ലക്ഷം രൂപ അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്തു? വസ്തുത പുറത്തു വന്നിട്ടുണ്ട്. 6 ജില്ലകൾ കടന്നാണ് കാസർഗോഡ് എത്തുന്നത്. മലയാള മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്തു, ഓരോ ജില്ലകളിലും ഇവർ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ച് രക്ഷപ്പെട്ടു. അപ്പം പരിശോധന ഒഴിവാക്കി കൊണ്ടുപോകുന്നതിന് കാസർഗോഡ് കഴിഞ്ഞില്ല, അതൊഴിച്ചെല്ലാം നടന്നു. കാസർഗോട്ടേക്ക് കടന്നിരുന്നെങ്കിലോ? കർണാടകയാണ്. ഇവർ പണം അയച്ചിട്ടുണ്ട്. അടുത്ത കൺസൈൻമെൻറ്റ് വരികയാണ്. പെരുമ്പാവൂരെന്ന് പറയുന്നത് ഒരു തരത്തിൽ നോക്കിയാൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നൊരു കേന്ദ്രമായിരുന്നല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ജിഷയുടെ വധ അവിടെ ഉണ്ടായത്. ക്രിമിനലുകൾ അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ അന്യ സംസ്ഥാനക്കാർ താവളമടിച്ച് തെറ്റായ കാര്യങ്ങൾ ചെയ്തപ്പോഴാണല്ലോ ഫലപ്രദമായി 2016 പിണറായി സർക്കാർ ഇടപെട്ട് ആ പെരുമ്പാവൂരിൽ തന്നെ നിയമവാഴ്ച ഉറപ്പുവരുത്തി അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതെ കൊണ്ടുപോയത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ, അവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ, അവർ LDF അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചതും ഇവർ അധികാരം ഏറ്റെടുത്തപ്പോൾ അവർ ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എത്ര ലക്ഷം രൂപയുടെ കച്ചവടമാണ് ലഹരി മരുന്ന് നടത്തിയത്? അത് നൈജീരിയ ബന്ധം, വിദേശ രാജ്യങ്ങളിൽ ഇവരുടെ സന്ദർശനം. ഇവിടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി തുഫാനെ ന്യായീകരിച്ചോ? ഏത് കുറ്റവാളിയും പിടിക്കുന്നൊരു സംവിധാനമാണ് തുഫാൻ എന്ന് പറഞ്ഞോ? കാസർഗോഡ് പോലീസിനെ അഭിനന്ദിച്ചോ? 2 കാര്യങ്ങൾ നടന്നു. അതിന് നോഡൽ ഓഫീസർ ഇപ്പോൾ സ്ഥലത്തില്ല, അദ്ദേഹം അവധിയായി പോയിരിക്കുന്നു. പകരം വന്ന ഉദ്യോഗസ്ഥ ഫലപ്രദമായി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു സൂചന ഇപ്പോൾ ലഭ്യമായിട്ടില്ല. രണ്ടാമത്തതോ, ബന്ധപ്പെട്ട ഈ കേസ് പിടികൂടിയ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ആ ചുമതലയില്ല, അദ്ദേഹത്തിന് ട്രാൻസ്ഫർ വന്നിരിക്കുന്നു. ഈ കേസ് തീരുമ്പോഴെങ്കിലും നിലനിൽക്കണ്ടേ? മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നാളെ ഇതുവരെ കസ്റ്റഡി അപേക്ഷ കൊടുക്കുന്നില്ല. ഇവിടെ തിരിച്ചറിയേണ്ട കാര്യം, ടെലിഫോൺ കോൾ രജിസ്റ്റർ എടുക്കണം. ടെലിഫോൺ കോൾ രജിസ്റ്റർ എടുക്കും പല ബന്ധങ്ങളും പുറത്തു വരുമല്ലോ. നമുക്ക് ചില വസ്തുതകളിലേക്ക് പോകാൻ ആരോടൊപ്പം എപ്പോൾ എവിടെ എന്ന് കാണണമെങ്കിൽ ടെലിഫോൺ കോൾ രജിസ്റ്റർ വേണം. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തുണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്നും കസ്റ്റംസിൻ്റെ ഒരു ബാഗ് വിട്ടുകൊടുക്കാൻ വിളിച്ചിരുന്നു എന്നൊരാരോപണം ഇപ്പോൾ BJPയുടെ ദേശീയ സെക്രട്ടറി കൂടിയായി മാറിയ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP നേതാവ് ഉന്നയിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അടക്കം വലിയ തരത്തിൽ അന്ന് പാടി നടന്നു. കസ്റ്റംസ് തന്നെ കണ്ടെത്തി അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ എന്തായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ആ കാലഘട്ടത്തിൽ ആഘോഷിച്ചത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ കോൾ പോയിട്ടില്ല എന്ന് വ്യക്തമായിട്ടും
എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ നിലപാടെടുത്തത്? അതിലെ മുഖ്യപ്രതിയെ കേരള പോലീസ് രക്ഷിച്ചു എന്ന് കഥയുണ്ടാക്കി, അതിന് റൂട്ട് മാപ്പ് ഉണ്ടാക്കി, ഓരോ സ്ഥലത്തും ഇവർ കടന്നു പോകുന്ന തരത്തിൽ ദൃശ്യങ്ങൾ, കാർട്ടൂൺ ഉണ്ടാക്കി. ഇപ്പോൾ എവിടെ പോയി ഇവിടുത്തെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ? 6 ജില്ലയിൽ ഇവരെങ്ങനെ കടന്നുപോയി? ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി കളവ് പറയാവൂ? ഒരു കളവ് എന്താണ്? ഈ വ്യക്തികളെ ഞാൻ പരിചയപ്പെടുന്നത് നവകേരള സദസ്സിന് ശേഷമാണ്. അപ്പോൾ എന്താ, അതിന് മുന്നേ 2021 തൊട്ട് ബന്ധം കാണിക്കുന്ന വിധമുള്ള സോഷ്യൽ മീഡിയ ബന്ധങ്ങൾ പുറത്തു വന്നു. എനിക്ക് സോഷ്യൽ മീഡിയയ്ക്ക് ആരും കോർഡിനേറ്റർമാർ വേറെ ഇല്ല എന്ന് പറയുമ്പോൾ മെറ്റ തന്നെ കണക്ക് പറയുകയാണ്. VD സതീശൻ്റെ പേരിൽ 5 പേരാണ് ആ അദ്ദേഹത്തിൻ്റെ പേരുള്ള അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 5 പേരാണ്. അപ്പോൾ വ്യക്തമായ എന്താണ്, മറ്റാരുമില്ല എന്ന് VD സതീശൻ്റെ വാദം പൊളിഞ്ഞു. മൂന്നാമത്തെ വാദം എന്തായിരുന്നു? നവകേരള സദസ്സിൽ കരിങ്കൊടി കാണിച്ച് ക്രൂരമായ മർദ്ദനം ഏറ്റു. ഈ മാന്യനായ വ്യക്തിക്ക് മർദ്ദനം ഏറ്റിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പോലീസ് വാഹനത്തിലെ വീഡിയോ സെൽഫി എടുത്ത് അത് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഉഴിച്ചിലുണ്ടായപ്പോൾ കാണാൻ പോയി, വീട്ടിൽ ചെന്ന്. ഏതൊഴിച്ചിൽ? ആരൊഴിഞ്ഞു? ഇവിടെ VD സതീശൻ്റെ പൂർവാശ്രമം കൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ തെറ്റായ ബന്ധങ്ങളുണ്ട്. ഞാൻ അത്ര ഇപ്പോൾ പറയുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമം കൂടെ പരിശോധിച്ചാൽ തെറ്റായ ബന്ധങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് ഈ വ്യക്തികൾ യൂത്ത് കോൺഗ്രസ് ആണെന്ന് അറിയില്ല. ജനീഷിന് അറിയാത്ത യൂത്ത് കോൺഗ്രസ് ആണ് മുഖ്യമന്ത്രി സാക്ഷ്യപ്പെടുത്തുന്നത്. എന്താ ജനീഷിന് അറിയാതെ പോയത്? ജനീഷ് പറയുന്നു ഇവരാരും യൂത്ത് കോൺഗ്രസ് അല്ല. പിന്നെ എങ്ങനെയാണ്? യൂത്ത് കോൺഗ്രസിന് ബൂത്ത് കമ്മിറ്റി ഇല്ല. അപ്പോൾ ഇവരുടെ ഭാരവാഹിത്വം എന്താണ്? ഇവരുടെ പങ്കാളിത്തം എന്താണ്? പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി സ്ഥാനത്ത് ഇവരെ പുറത്താക്കിയ അറിയിപ്പ് പുറകെ വരികയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം ദുരൂഹതയാണ്. ഇവിടെ കൃത്യമായ കാര്യം, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇത്തരമൊരു കേസ് പിടിച്ചതിന് ശേഷം തുഫാൻ നടത്തിയ പിന്തുണ എന്താണ്? അതല്ലേ വ്യക്തമാക്കേണ്ടത്. രമേശ് ചെന്നിത്തല ഇങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷേ മുഖ്യമന്ത്രിയുടെ പിന്തുണ എന്താണ്? മുഖ്യമന്ത്രിയുടെ ആവേശം എവിടെ പോയി? അവരുടെ ഗവൺമെൻറ്റിൻ്റെ മിക്കവാറും എല്ലാ പദ്ധതികളും പൊളിഞ്ഞു. അവസാനം മാധ്യമങ്ങളിൽ സർവകലാശാലകൾ, കോളേജുകൾ, മതസ്ഥാപനങ്ങൾ, സാംസ്കാരിക പ്രവർത്തകരൊക്കെ വെച്ച് ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തല എല്ലാ ജില്ലയിലും ഓടി നടന്നുണ്ടാക്കിയ ഒരു കോലാഹലമാണല്ലോ, അതും പൊളിഞ്ഞു. ഇനി പോകാൻ മേലാത്ത അവസ്ഥയായി. അവസാനം ഈ കേസ് അട്ടിമറിക്കപ്പെടുകയാണ്. കാരണം എന്താണ്? ഏറ്റവും വലിയ തെളിവ് എന്താണ്? എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന് ബന്ധമുള്ള സതീശൻ്റെ ഏറ്റവും അടുത്തവർ പ്രതികളായൊരു കേസിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മകസർ സാക്ഷികൾ യൂത്ത് കോൺഗ്രസ് ആയത്? യാദൃച്ഛികമാണോ? എങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാരവിടെ സാക്ഷികളായി? അപ്പോൾ അട്ടിമറി ആരംഭിച്ചിരിക്കുന്നു. ഒരു പാവപ്പെട്ട ഉദ്യോഗസ്ഥൻ പിടിച്ച ഉദ്യോഗസ്ഥന് ഇപ്പോൾ തല കാണുമെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്കിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ജീവനക്കാർക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി സ്ഥലമാറ്റത്തെക്കുറിച്ച്. ആ SIയുടെ അവസ്ഥ എന്താവും? പിടിച്ച ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ അവസ്ഥ എന്താവും? കൃത്യമായ സന്ദേശമാണ് ഭരണാധികാരികൾ കൊടുത്തിരിക്കുന്നത്. ഒരു തൂഫാനും പിടിക്കണ്ട, ഒരു ക്രിമിനലുകളെ പിടിക്കണ്ട, ഞങ്ങളുടെ പിള്ളേരെന്തും ചെയ്യും. യെസ്.